ചോറ് വെന്ത് വെച്ചാണ് അമ്മേനെ കൊണ്ടുപോകാനായി തുടങ്ങി. 6:30 പോകണം. അപ്പൂസിന് ഇന്ന് ട്യൂഷനുണ്ട്. അപ്പോൾ ചോറുണ്ടോണം. ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട്. 2ാം ശനിയല്ലേ, ക്ലാസ്സില്ല, പകരം ട്യൂഷനാണ്. അപ്പോൾ ചോറൊക്കെ ആക്കി വെച്ച് പോയാൽ ഇനിയിപ്പോൾ എപ്പോഴും നമ്മൾ വരുന്നത് അറിയാൻ പറ്റില്ല. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒക്കെ ആക്കി റെഡിയാക്കി പോകണമല്ലോ. ചോറ് റെഡി. കറി പിന്നെ ഒന്നും ആക്കില്ല. ഉപ്പേരി അടുപ്പത്ത്, ചായ, ഉപ്പേരി ആയി. എന്താ ചേച്ചിമാരൊക്കെ വരില്ലേ? ചേച്ചിമാരൊക്കെ പിന്നെ നമ്മളവിടെ പോയി വരുമ്പോഴേക്കിന് വരുള്ളൂ. പിന്നെ എല്ലാവരും വളരെ നമ്മൾ രാവിലത്തിനൊന്നും പറയില്ല, എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുക. എല്ലാവരും നമ്മളെ വിമാനാപകടം അല്ലേ? അപ്പം എല്ലാവരും നമ്മളെല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കുക. അത്രേ ഉള്ളൂ അല്ലേ? ഭയങ്കര ടെൻഷൻ. നടന്നിട്ട് ഫോണിൽ നോക്കുമ്പോഴും ഇൻസ്റ്റയിൽ നോക്കുമ്പോഴും ഒക്കെ എന്നെ വരുന്നു. ഭയങ്കര വിഷമമുള്ള രംഗങ്ങളല്ലേ? നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കായിരുന്നു നിമിഷം. അത്രേ നമുക്ക് പറ്റുള്ളൂ. വേറൊന്നും കഴിയില്ലല്ലോ, ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. സാധാ കായല്ലേ, നേന്ത്രക്കായ അല്ലാത്ത വേറെ കൊണ്ണങ്കായ എന്ന് പറയുന്ന അതാണ്. അമ്മ മാറ്റിയില്ലേ? മാറ്റിക്കോളെ അമ്മ. അമ്മക്ക് ഞാൻ കുറേയൊക്കെ ഇട്ടെടുത്ത് പ്രാർത്ഥന കഴിഞ്ഞു. 6:30 പോവാൻ നിൽക്കട്ടെ. എന്താ കലക്കി ചുട്ടതോ? കലക്കി ചുട്ടത. കുറച്ച് മാവ് എടുത്ത് വെച്ചതെല്ലാം കൂടി ചുടണ്ട വിചാരിച്ച് ബാക്കിയാവും ദോശ. വെറുതെ തണുത്ത് പോകും. ഇനിയിപ്പോൾ സിന്തേച്ചും സബ്ജക്റ്റും എല്ലാവരും വരില്ല. ഇന്ന് നാളേക്ക് പറ്റില്ലായിട്ട് കുറച്ച് ഇരുന്നേരാണ്. നമ്മൾ പോവാനുള്ള പണിയാൻ കണ്ടത് കുറേ സമയമായി. 1/2 മണിക്കൂർ കൊണ്ട് 7:15 6:30 അങ്ങനെ മഞ്ചേരി എത്തണല്ലേ? അപ്പോൾ ഒരിട്ടോടെയും പറയാണ്, എല്ലാവരും മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കലുണ്ടാവും. എന്നാലും നമ്മൾ പറയുക. അപ്പോൾ വിശേഷം പറയണതിൽ ഇപ്പം നമ്മൾ പറയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുക. വീട് നല്ല അടങ്ങിക്കൂല. പിന്നെ കരഞ്ഞിട്ട് നേരം വലിച്ചാകുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങും. മറ്റെവിടെ അമ്മ കഴിഞ്ഞല്ലേ? ചായ കൊണ്ടോട്ടെ നമുക്ക്? ഷിജി എന്താ പാത്രം? ചായ എടുക്കാൻ പാത്രം ഉണ്ടല്ലോ. അമ്മ എന്തൊക്കെയൊക്കെ ചായ അടിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഇല്ല? ഇന്ന് ക്ലാസ് ഉണ്ട് നമുക്ക്? ട്യൂഷനല്ലേ? നിങ്ങൾ ഞാൻ വരാട്ടോ. പത്തിക്കറ മാസ്ക് ഇട്ടോളട്ടമ്മ. കൊറോണ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. താടിയമാടാനില്ല ഇത് പറഞ്ഞു എന്തിനൊക്കെ ഓട്ടാ. ഉദ്ഘാടനം അനി ഇടുന്ന ഷർട്ട് എടുത്ത അപ്പൂസിന്റെ ബർത്ത്ഡേക്ക് എന്നാണ് ഇടുന്നല്ലേ അപ്പൂസെ? പിന്നൊക്കെ യൂണിഫോം അല്ലേ? പിന്നെ ട്യൂഷന് ഇതിടാലോ. ട്യൂഷന് മുമ്പ് ഇടാം. കുളിക്കല്ലേ? സമയം 6:30 പോവല്ലേ നമുക്ക്? എന്നാല് ഞങ്ങൾ പോയാലോ? 7 മണിയല്ലേ ആയിട്ടുള്ളൂ. പട്ടിയെ മാറിക്കോ. അങ്ങോട്ടോടും നോക്കണില്ല.
താത്തതിന് വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ധൈര്യമായിട്ട് വിലമുറിയാണ്. മഞ്ചേരി സ്റ്റാൻഡ്. അമ്മ ഇങ്ങോട്ടാ പോണേ? കണ്ണൊന്ന് നന്നാക്കണല്ലേ? നമുക്ക് ഉഷാറായി വരാല്ലേ? എന്ത് തിരക്കാവില്ല കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ ഭയങ്കര സൈലന്റ് അല്ലേ? ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തോണ്ടാവൂല്ലേ? ഇത്ര നേരത്തെ വന്നിട്ടില്ല. പച്ചക്കറി പച്ചക്കറി മാർക്കറ്റ് ഇവിടെ പച്ചക്കറി കുറച്ച് ആൾക്കാരല്ലേ പച്ചക്കറി. വിളിക്കണത് മുളയ്ക്കാൻ പുറത്ത് ഒന്ന് എന്തിനത്തില് പോരെ? എന്താ പേടി? പേടില്ല. പിന്നെന്താ തല ബാലൻസ് വെച്ച ഒന്നടിച്ച സ്വാതി ഒന്നടിച്ച എന്താ കട്ടറ്? പേടിയാണേ. തല ബാലൻസ്. അമ്മക്ക് എ സി പറ്റാത്തോണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുക. അമ്മ നോട്ടെ കണ്ണ് ഇവിടെ സാധനം ഇട്ടിട്ടുണ്ടല്ലേ? അതെ, ആ കണ്ണ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു മാർക്ക് ചെയ്തതാ. ഗസ്റ്റ് റൂമിലാക്കിയാലേ നമ്മള്. അത് അമ്മ വിറക്കുന്നുണ്ട്. അപ്പൊ എന്നാല് ഒരു 40 മിനിറ്റ് കൂടി ഉണ്ട് പറഞ്ഞല്ലേ? നമുക്ക് ചായ എന്തെങ്കിലും കൊടുത്തു തരാം. അമ്മക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളോണ്ടേ സജ്ജീകരണം ചെയ്തെന്ന് പറഞ്ഞു. ആ കണ്ണിന് കുറച്ച് വലിപ്പം കൂടി ഒന്ന് വലിപ്പം കൂടി അമ്മ കണ്ണ് അതൊക്കെ പടം മാർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തിന്നരാം. 40 മിനിറ്റ് നിൽക്കണ്ട അവിടെ. എന്താ വേണ്ടേ? ദോശ മതി. സാധിക്ക് എന്താണ്ട്? പൊറാട്ട. എടുത്തോ. പൊറാട്ട ആണോ? പൊറാട്ട ഇഷ്ടംപോലെ കടി ഉണ്ടല്ലോ. പൊറാട്ട എന്നോ? നമ്മളെ അഹല്യന്റെ മുന്നിലെ ചായക്കട ഉണ്ട് പറയും. അഹല്യന്റെ മുന്നിലെ നേരെ മുന്നിലുള്ള ചായക്കടയാണ്. ഇവിടെ കഞ്ഞിയും ദോശയും പൊറോട്ടയും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടേക്ക് ചായ കുടിക്കാൻ പോകുന്നതാണ്. എന്റെ പേരെന്താ? പ്രേമരാജ്. ഏട്ടനും ഏട്ടന്റെ ഭാര്യ ഉണ്ട്. ചായ കുടിക്കല്ലേ? അടിപൊളി ചായ കടി കിട്ടില്ല ഇവിടെ. മഴയത്ത് ചായ കുടിക്കഞ്ഞ് രണ്ടു ദിവസം വേണ്ട പറഞ്ഞോളാ. യൂട്യൂബിലല്ലേ ചേച്ചി ഏട്ടൻ നടത്തുന്ന കടയിലെ ചേച്ചി? നല്ല പേരാണ് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ആംബുലൻസില് വീഡിയോ എടുക്കാണ്ടല്ലേ?
നിങ്ങളെ വീട് ഇന്നാള് കണ്ടില്ല നിങ്ങള് ആ കണ്ടു കണ്ടില്ല ഞങ്ങൾ മോള് കറികള് വരണ്ട അപ്പൊ അമ്മേനെ ലിഫ്റ്റിലാക്കി ഞങ്ങൾ നടക്ക തല മിന്നാണ് എല്ലാവർക്കും അല്ലേ ശരി പറ്റണില്ല വീട്ടിൽ കയറുകയാണ് നമ്മളെ വീട്ടിലെത്തി നല്ല മഴയിട്ടില്ലേ ഭയങ്കര മഴ കുറച്ച് വേറെണ്ടല്ലേ ഒരു ഗുളിക അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നാളെ 10:30 പിന്നെ കട്ടഴിക്കൊന്നുമില്ല അപ്പോൾ ഒന്ന് കണ്ണിൽ പ്രത്യേകിച്ച് മരുന്ന് ഒഴിക്കണ്ട നാളെ തൊട്ടേ അത് എടുത്തിട്ട് നാളെ മരുന്നൊക്കെ ഒഴിക്കാൻ തുടങ്ങുള്ളൂ പിന്നെ ഗുളിക മാത്രമേ ഉള്ളൂ അത് കാരണം ഇനിയിപ്പോൾ ഒന്ന് ഒഴിക്കണമൊന്നുമില്ല പിന്നെ തല കുളിക്കണം ഒന്നുമില്ല ഇപ്പോൾ ഭയങ്കര വേദന ഒന്നും മിണ്ടണില്ല അപ്പോൾ വന്നിട്ട് ഇരിക്കുകയാണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് കിടക്കണം പോയി കിടന്നോട്ടെ സാറില്ലാതെ ഇപ്പോൾ ഒക്കെ അനുഭവിക്കാനുള്ളൊരു ഇതാണ് ടൈമാണ് സമയമാണ് കണ്ണോപ്പറേഷൻ കൊണ്ടല്ല വേറെ കാര്യം വെച്ചാൽ അതുകൊണ്ടാട്ടോ പറഞ്ഞത് കണ്ണോപ്പറേഷൻ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ് സാറില്ല എത്തായി കിടക്ക രാവിലെ പോയതല്ലേ ചോറ് മാത്രം വെച്ചിട്ടുള്ളൂ ചോറ് ഒരു ഉപ്പേരി ആക്കിയിട്ടുള്ളൂ അമ്മയ്ക്ക് ഇനി ലൈറ്റായിട്ടൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പം ചെറിയ അരി കൊണ്ടുവന്നിട്ട് കഞ്ഞി വെച്ചിട്ട് അത് കൊടുക്കാം പിന്നെ റേഷൻ കാർഡിലത്തെ അരിയാണ് അത് വേഗം ദഹിച്ച് പോകും മറ്റേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ആകെ ശരീരമൊക്കെ ആകെ തളർന്നതാണ് അതിന്റെ ഇടയിൽ ഇത് വന്നത് അതുകൊണ്ടാണല്ലോ അതപ്പോ എല്ലാരും കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന നമുക്കറിയാം മൊത്തത്തില് ഒരു ഇടങ്ങറിച്ച് ഇതാണ് അസുഖമൊക്കെ ഇപ്പൊ എല്ലാവർക്കും വരും ഒന്നും പറഞ്ഞിട്ട് വരില്ല ഇപ്പൊക്കെയാണ് തലവേദനിച്ചിട്ട് പറ്റുന്നില്ല അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ തലവേദന എത്ര മരുന്നാ അപ്പൊ നമ്മള് കുടിക്കണേ ഇപ്പൊ ഇന്നലെ മരുന്ന് ഇന്നും മരുന്ന് പുറമെ വീണ്ടും തലവേദനിച്ചിട്ട് ഒന്നിനും പറ്റുന്നില്ല വേറെ ഇതാ ഇനി വേദനയുടെ ഗുളിക എടുത്ത് കുടിക്കട്ടെ എന്നിട്ടാണ് ഇനി ഇവിടുത്തെ മൊത്തം പണികൾ നമ്മൾ നോക്കണ്ടേ അപ്പോൾ ഇതാ പറഞ്ഞത് എന്തൊക്കെ ചെയ്താലും എല്ലാ അസുഖം പുറമെ ബാക്കിയാ അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ